ഈശ്വരനും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടമീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകുന്നത് എന്തുകൊണ്ടാണ്? ജീവിതത്തിലുണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളാണ് ഹൃദയത്തെ അസ്വസ്ഥമാക്കുന്നത്, നേരിടുന്ന പ്രശ്നങ്ങളാണ് മനസ്സിനെ ചഞ്ചലമാക്കുന്നത് എന്നാണ് നമ്മുടെ സാധാരണ ധാരണ. വാസ്തവത്തിൽ പിതാവിന്റെ സന്നിധിയിലേക്കുള്ള യാത്രയിലാണ് നമ്മളെന്ന ബോധ്യമില്ലായ്മയാണ്, അഥവാ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് ഇടമുണ്ടെന്നും ഈ ലോകത്ത് എന്തെല്ലാം നഷ്ടപ്പെടുമ്പോഴും പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് സ്വീകാര്യതയുണ്ടെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. എങ്ങനെയാണ് പിതാവിന്റെ സന്നിധിയിലേക്ക് നാം എത്തിപ്പെടുക എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ അവബോധം നമുക്കില്ലാതെ പോകും. അപ്പോഴാണ് നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകുന്നത്. ഈ ലോകത്ത് ഏത് ബന്ധങ്ങൾ തകർന്നു പോകുമ്പോഴും എന്തെല്ലാം നഷ്ടപ്പെടുമ്പോഴും നിത്യതയിൽ നമുക്ക് അവകാശമുണ്ടെന്നും അവന്റെ സന്നിധിയിൽ സ്വീകാര്യതയുണ്ടെന്നും ബോധ്യമുണ്ടായാൽ നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതികൂലത്തെയും ജയിക്കാൻ നമുക്ക് സാധിക്കും. ഹൃദയത്തിന്റെ സമാധാനം നിലകൊള്ളുന്നത് ഇപ്രകാരം ഒരു ബോധ്യത്തിലാണ്. യേശുവാണ് നമ്മുടെ സമാധാനം. അവിടുന്ന് പറയാണ്, വഴിയും സത്യവും ജീവനും ഞാനാണ്. വഴിയും സത്യവും ജീവനുമായി ക്രിസ്തുവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. വഴി നമ്മുടെ ജീവിത പ്രവൃത്തികളാണ്, പ്രയോഗ വഴിയാണ്. ആ പ്രയോഗ വഴിയായി ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുമ്പോൾ അവനവനെ നഷ്ടപ്പെടുത്താനും അവന് വേണ്ടി ജീവൻ അർപ്പിക്കാനും മറ്റുള്ളവർക്ക് ഭക്ഷണമായി തീരാനും നമുക്ക് വിമുഖത ഉണ്ടാകില്ല. അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ പിതാവിന്റെ സന്നിധിയിലേക്കുള്ള യാത്ര പുരോഗമിക്കൂ. ക്രിസ്തുവിനായിത്തീരുക എന്നതിന്റെ അർത്ഥം അതാണ്. ആഗ്രഹങ്ങളെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ മാറ്റി നിർത്തുക എന്നേ അർത്ഥമുള്ളൂ. ദീർഘകാലത്തേക്ക് ഒരു വ്രതമെടുക്കാനോ അതല്ലെങ്കിൽ നോമ്പാചരിക്കാനോ ഒക്കെ നമുക്ക് കഴിയും. ഏതെങ്കിലും ഒരു ഇഷ്ടത്തെ നീക്കിവെക്കാൻ നമുക്ക് കഴിയും. എന്നാൽ എന്നേക്കുമായി സ്വയം അർപ്പണമാണ് ജീവിത വഴി എന്ന് ബോധ്യമുണ്ടായാൽ, ക്രിസ്തുവിലാണ് നമ്മുടെ ജീവിതം എന്ന് ഉറപ്പുണ്ടായാൽ, നിശ്ചയമായും അവന്റെ വഴിയിലൂടെയുള്ള യാത്ര പുരോഗമിക്കും. ക്രിസ്തു ഒരു വഴി വെട്ടി തുറക്കുന്നുണ്ട്. ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി ശത്രുതര മതിലുകൾ ഇല്ലാതാക്കി തീർക്കുന്നു. എഫേസ്യർ 2:14 അത് പറയും. അവൻ നമ്മുടെ സമാധാനമാണ്, ശത്രുതര മതിലുകൾ തകർക്കുകയും ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുകയും ചെയ്യുന്നു. യേശു ക്രിസ്തുവിൽ എങ്ങനെയാണ് പിതാവിന്റെ സന്നിധിയിൽ സ്വീകാര്യത ഉണ്ടാകുക? യേശുവിനെ ജീവിത വഴിയായി സ്വീകരിക്കുമ്പോഴാണ്. അവൻ എങ്ങനെയാണോ ജീവിച്ചത് അപ്രകാരം ജീവിക്കുമ്പോഴാണ്. യേശുവിന്റെ ജീവിതം സ്വയാർപ്പണത്തിൻ്റെതാണ്, മറ്റുള്ളവർക്ക് ഭക്ഷണമാകുന്നതിൻ്റെതാണ്, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിൻ്റെതാണ്. ഇങ്ങനെ ഒരു ജീവിത വഴി തെരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ, വഴിയായി ക്രിസ്തുവിനെ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ജീവിതത്തിന്റെ യാത്ര അഭംഗുരം തുടരാൻ കഴിയും. അത് പിതാവിന്റെ സന്നിധിയിൽ എത്തിച്ചേരുകയും ചെയ്യും. നിത്യതയിൽ അപ്രകാരം എത്തിച്ചേരാൻ ഇടയാകും വിധം ക്രിസ്തുവിനെ വഴിയായി സ്വീകരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ജീവിത പ്രയോഗങ്ങളെല്ലാം ക്രിസ്തു അനുഗുണമായിട്ട് മാറണം. യേശു എങ്ങനെയാണ് ഭൂമിയിൽ വർത്തിച്ചത് അതേപോലെ നമ്മുടെ ജീവിതവും അർപ്പിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ജീവിതത്തെ ക്രിസ്തു മാർഗത്തിൽ പുരോഗമിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടാൻ പോലും നമ്മൾ യോഗ്യരായി തീരുക. അതല്ലാതെ ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുമ്പോഴോ ഭക്തിയോടെ ജീവിതം നയിക്കുമ്പോഴോ അല്ല. ഭക്തിയും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം വിശ്വാസ വഴിയെ പുരോഗമിപ്പിക്കാൻ ആവശ്യമായ പ്രേരണ നൽകുന്നവയാണ്. ആ പ്രേരണയല്ലാതെ അത് പ്രവൃത്തിപഥത്തിൽ എത്തണമെന്ന് നിർബന്ധമില്ല. നിത്യേന ബലിയിൽ പങ്കുചേരുന്ന ഒരാൾ അതിന്റെ അർത്ഥമറിയാതെ ബലിയിൽ പങ്കുചേരുകയാണെങ്കിൽ അയാളുടെ ആചാരത്തിന്റെ പുറകെ പോകുന്നു എന്നത് കരുതേണ്ടതുള്ളൂ. ഒരിക്കലും അത് പൂർണ്ണതയിലെത്തില്ല. അതേസമയം എന്റെ ജീവിതം ബലിമേശയിൽ അർപ്പിക്കുകയാണെന്നും ജീവിതം തന്നെ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കുന്നതാണ് എന്റെ ജീവിത പ്രയോഗമെന്നും അതാണ് ക്രിസ്തുമാർഗമെന്നും തിരിച്ചറിയുന്ന ഒരാളെ സംബന്ധിച്ച് വിശുദ്ധ ബലിയിലുള്ള പങ്കാളിത്തം നിശ്ചയമായിട്ടും പൂർണ്ണതയിലേക്ക് അയാളെ നയിക്കും. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വഴിയായി ക്രിസ്തുവിനെ സ്വീകരിക്കാൻ എത്രത്തോളം കഴിയുന്നുണ്ട്, ജീവിതത്തിന്റെ മാർഗമായി ക്രിസ്തുവിനെ കാണാൻ എത്രത്തോളം കഴിയുന്നുണ്ടെന്ന് ആലോചിക്കണം. രണ്ടാമത്, സത്യമായിട്ട് തിരിച്ചറിയണം. ശരീരധാരിയായി വന്ന ഒരുവൻ ഭൂമി വന്നിട്ട് പറയാണ്, പിതാവിനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. സത്യത്തിൽ ആരാധിക്കുക എന്ന് വെച്ചാൽ ശാരീരികതയിൽ അവനെ ആരാധിക്കുന്നവരായിട്ട് മാറണം. ശരീരത്തിന്റെ അർപ്പണം പ്രയോഗ വഴിയിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. ജീവിതത്തെ മുഴുവനായി അർപ്പിക്കുക എന്ന് വെച്ചാൽ സ്വന്തം ശരീരം മുറിച്ചു വിളമ്പി ക്രിസ്തു എങ്ങനെയാണ് നമുക്ക് ജീവൻ പകർന്നു നൽകുന്നത് അതേപോലെ നമ്മുടെ ജീവിതം അർപ്പിക്കാൻ കഴിയണം. അപ്രകാരം ശരീരത്തെ അർപ്പിക്കുന്നതിനെ കുറിച്ചാണ് റോമർ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 1-ാം തിരുവചനം നമ്മെ പഠിപ്പിക്കുക. വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായി നമ്മുടെ ശരീരങ്ങളെ അർപ്പിക്കണം. അതാണ് യഥാർത്ഥമായ ആരാധനയെന്ന് വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആലോചിക്കേണ്ടതുണ്ട്. സത്യമായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ എത്രത്തോളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. എന്റെ ശരീരം എന്റെ സ്വന്തമല്ലെന്നും അത് ക്രിസ്തുവിൻ്റെതാണെന്നും യേശു ക്രിസ്തുവാണ് മറ്റുള്ളവർക്ക് വേണ്ടി യാഗാർപ്പണമായി മാറിയവൻ, അവന്റെ യാഗാർപ്പണത്തിൽ പങ്കുകാരാണ് ഞാനെന്നും
ഹൃദയത്തിൽ ഉറയ്ക്കുമ്പോൾ മാത്രമേ സത്യമായ ക്രിസ്തുവിനെ ഹൃദയം അറിഞ്ഞ് ആരാധിക്കാൻ പറ്റൂ. ആ ആരാധനയാണ് പിതാവിന്റെ സന്നിധിയിലേക്കുള്ള യാത്രയെ ത്വരിതപ്പെടുത്തുക. മൂന്നാമത്, ജീവൻ അവനാണെന്നറിയണം. ഈ ലോകത്തിന് എന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഈ ലോകത്തെ നഷ്ടങ്ങളൊന്നും എന്നെ ഹനിക്കുന്നതല്ല. നിത്യമായ ലോകത്തേക്ക് പ്രവേശനം നൽകുന്ന ജീവന്റെ സമൃദ്ധി ക്രിസ്തുവിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, അത് നിലനിൽക്കുന്ന കാര്യമല്ല എന്നും തിരിച്ചറിയണം. ഒന്നും ഉപകരിക്കുന്നില്ല എന്ന് വെച്ചാൽ അത് സൂക്ഷിച്ചു വെക്കേണ്ട ഒന്നല്ല. അത് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കുമെന്ന് ക്രിസ്തു പറയുമ്പോൾ അത് വെളിവാക്കുന്നുണ്ട്. സ്വജീവനത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അവനത് നേടുമെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നതിന്റെ അർത്ഥം അതാണ്. അങ്ങനെ വഴിയും സത്യവും ജീവനുമായി ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് യാത്രയാകാൻ പറ്റണം. യേശു അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഫിലിപ്പോസ് ചോദിക്കുന്നുണ്ട്, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. പിതാവിനെ കാണിച്ചു തരിക എന്ന് പറയുമ്പോൾ യേശു ചോദിക്കുന്നത്, ഫിലിപ്പോസെ, ഇത്രയും കാലം നീ എന്നോട് കൂടെ ആയിരുന്നിട്ടും നീ പിതാവിനെ കാണുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ക്രിസ്തുവിനെ കാണുന്നവന് പിതാവിനെ കാണാൻ കഴിയും. യേശു ക്രിസ്തുവിലായിത്തീരുമ്പോൾ മാത്രമേ പിതൃസന്നിധിയിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയൂ, പിതാവിനെ ആരാധിക്കാൻ കഴിയൂ. ക്രിസ്തുവിൽ തന്നെ പിതാവിനെ കാണാൻ നമുക്ക് കഴിയണം. യേശു പിതാവിലാണ്, പിതാവ് യേശുവിലാണ്, നാം ഓരോരുത്തരും യേശുവിലാണ്, അതുകൊണ്ട് പിതാവിലുമാണ്. ഈ ഒരു ബോധ്യം ഹൃദയത്തിനകത്തുണ്ടാകുമ്പോൾ മാത്രമേ പിതാവിനെ ആരാധിക്കാൻ നമുക്ക് കഴിയൂ. യേശുവിലാണ് ആരാധന മുഴുവൻ സമ്പൂർണമാകുന്നത്. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ പിതാവിന്റെ സന്നിധിയിലുള്ള ഇടത്തേക്ക് ഒരു യാത്രയിലാണ് നമ്മളെന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയും. ആ ജീവിതം ഫലവത്തായി തീരുകയും ചെയ്യും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ വെച്ച് പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന അതേ പ്രവൃത്തികൾ ചെയ്യും. വളരെ വ്യക്തമായി എന്താണ് തന്റെ മാർഗമെന്ന്, എന്താണ് പിതാവിനുള്ള ആരാധനയെന്ന്, എങ്ങനെയാണ് പിതൃസന്നിധിയിൽ എത്തിച്ചേരുക എന്നതിനെ കുറിച്ച് വ്യക്തമായ പാഠമാണത്. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന അതേ പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നത് കൊണ്ട് അവൻ അതിനേക്കാൾ കൂടുതൽ ചെയ്യും. നമുക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാൻ കഴിയണമെങ്കിൽ ക്രിസ്തു ചെയ്ത പ്രവൃത്തികൾ ജീവിതത്തിൽ തുടരാൻ പറ്റണം. നമ്മൾ സാധാരണ ക്രിസ്തുവിന്റെ പ്രവൃത്തികളായിട്ട് കാണുന്നത് അവൻ സൗഖ്യപ്പെടുത്തിയതും ഉയർപ്പിച്ചതും പിശാചിനെ ഒഴിപ്പിച്ചതും ഒക്കെയാണ്. യേശു യഥാർത്ഥത്തിൽ ദൈവമഹത്വം വെളിപ്പെടാൻ വേണ്ടി ചെയ്ത അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും കുറിച്ചാണ് അവന്റെ പ്രവൃത്തികളായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുക. യേശുവിന്റെ പ്രവൃത്തി എന്താണ്? അതൊരു സ്വയം ഉപേക്ഷയുടെ പ്രവൃത്തിയാണ്. പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയിലേക്ക് വരാൻ സർവ്വസമ്പത്തും ഉപേക്ഷിച്ച് സർവ്വമഹിമയും കൈവിട്ട് ദൈവവുമായുള്ള സമാനത കൈവിട്ട് അവൻ ഭൂമിയിലേക്ക് വന്നു. അങ്ങനെ ഈ ഭൂമിയിൽ ദൈവത്തെ വെളിപ്പെടുത്താൻ തന്റെ ജീവിതം അർപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. അതാണ് ക്രിസ്തുവിന്റെ പ്രവൃത്തി. ആ പ്രവൃത്തി ചെയ്യുന്നവൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ ആ പ്രവൃത്തി ചെയ്യും. ഏത് പ്രവൃത്തിയാണ്? സ്വയാർപ്പണത്തിന്റെ പ്രവൃത്തി. അങ്ങനെ ചെയ്യുന്നവൻ ഞാൻ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നത് കൊണ്ട് അവയേക്കാൾ വലിയവയും ചെയ്യും. അങ്ങനെ ഒരു ബോധ്യം ഹൃദയത്തിൽ ഉറച്ച ശിഷ്യന്മാരാണ് ക്രിസ്തുമാർഗത്തിലൂടെ പുരോഗമിച്ചപ്പോൾ തങ്ങളുടെ ജീവനെ അവഗണിക്കാൻ തയ്യാറായത്, രക്തസാക്ഷികളായി മാറാൻ മനസ്സ് കാണിച്ചത്. ജീവിതത്തിന്റെ സഹന നിമിഷങ്ങളെ സ്വീകരിക്കാൻ മടി കാണിക്കാതിരുന്ന വിശുദ്ധാത്മാക്കൾ, പരിശുദ്ധാമ്മ, അവരെല്ലാം ക്രിസ്തുമാർഗത്തെ അനുഗമിച്ചത് മൂലം യേശു ഈ ഭൂമിയിൽ ചെയ്ത പ്രവൃത്തികളെ പൂർത്തീകരിക്കുകയാണ്. ഞാൻ നിങ്ങളും വിളിക്കപ്പെടുന്നത് അതേ വഴിയിലാണ്. സഹനങ്ങളെ സ്വീകരിച്ചുകൊണ്ടും കഷ്ടതകളെ സ്വീകരിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം അർപ്പിച്ചുകൊണ്ടും നാം ഈ ലോകത്ത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുമ്പോൾ ആനുകാലിക ലോകത്ത് ക്രിസ്തുവിനെ നാം പ്രകാശിപ്പിക്കുകയാണ്. ക്രിസ്തു ചെയ്ത പ്രവൃത്തികൾ തുടരുകയാണെന്ന് മാത്രമല്ല, ഒരുപക്ഷെ പിതാവിന്റെ സന്നിധിയിലേക്ക് ക്രിസ്തു പോയതുകൊണ്ട് അവയേക്കാൾ വലിയവയും ചെയ്യാൻ അവിടെ നമ്മെ പ്രേരിപ്പിക്കുന്നു. ആധുനിക കാലത്ത് നാം ക്രിസ്തുവിനെ പ്രതി അവഹേളനങ്ങൾ സ്വീകരിക്കുമ്പോഴും സഹിക്കുമ്പോഴും ലോകത്തിന്റെ എല്ലാ പ്രതികൂലങ്ങളെയും നേരിടുമ്പോഴും നാം യഥാർത്ഥത്തിൽ ക്രിസ്തു അനുരൂപരായിട്ട് മാറുകയാണ്, പിതാവിന്റെ സന്നിധിയിൽ ഇടം കണ്ടെത്തുകയാണ്. അങ്ങനെ പിതാവിന്റെ സന്നിധിയുമായി നമ്മെ രമ്യപ്പെടുത്താൻ വേണ്ടി ശത്രുതയുടെ മതിലുകൾ തകർത്ത ക്രിസ്തുവിലാണ് നമ്മുടെ ജീവിതമെന്നും അവനാണ് നമ്മുടെ സമാധാനമെന്നും തിരിച്ചറിയുമ്പോൾ നമ്മുടെ ആകുലതകൾ അകലും, നമ്മൾ അസ്വസ്ഥരാകില്ല, ഹൃദയം വിശ്വാസത്തിൽ ഉറയ്ക്കും. യേശുക്രിസ്തുവിലായി തീർന്നിരിക്കുന്ന നമ്മൾ ആരും ഇനി അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരന്മാരാണ്, ദൈവഭവനത്തിലെ അംഗങ്ങളാണ്. ഭൂമിയിൽ സഭയിലായിരിക്കുമ്പോൾ ഇപ്രകാരം ഒരു മഹത്വത്തിലേക്ക് നാം ഉയർത്തപ്പെടുന്നുണ്ടെന്നും യേശുക്രിസ്തുവിൽ സഭയിൽ അംഗങ്ങളായിരിക്കുന്ന നാം ഓരോരുത്തരും വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണെന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റണം. ഐഹികമായ രാജ്യത്തെ സംബന്ധിച്ച ബോധ്യങ്ങളിൽ നമുക്ക് ഉറയ്ക്കാൻ കഴിയണം. ഈ ലോകത്തിന്റെ താല്പര്യങ്ങളിൽ മുഴുകി ഈ ലോകത്തിന്റെ ഭാഗമായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ലെന്നും ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധ പൗരത്വമുള്ളവരാണെന്നും ഒരു ബോധ്യം നമുക്കുണ്ടാവുമ്പോൾ നമ്മുടെ ജീവാർപ്പണം കൂടുതൽ ശ്രേഷ്ഠമാകും, അനുഭവപ്രദമായിട്ട് മാറും. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ,
നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. ക്രിസ്തുവിൽ എത്രത്തോളം നമുക്ക് പുരോഗമിക്കാൻ കഴിയുന്നുണ്ട്, വഴിയായിട്ട് അവനെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നുണ്ട്. ജീവിത പ്രയോഗ വഴിയായി ക്രിസ്തുവിനെ അങ്ങനെ സ്വീകരിച്ച് മുന്നേറുമ്പോൾ എത്രത്തോളം പിതാവിന്റെ സന്നിധിയിൽ ആരാധനയായി മാറാൻ, സ്വന്തം ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ബലിയായി അർപ്പിക്കാൻ കഴിയുന്നുണ്ട്. ജീവന്റെ സമൃദ്ധിയായ അവനെ ഹൃദയത്തിൽ സ്വീകരിക്കാനും ജീവൻ പകരുന്നവരായി ഈ ലോകത്ത് പ്രകാശിക്കാനും നമുക്ക് എത്രത്തോളം കഴിയുന്നുണ്ട് എന്ന് ഗൗരവമായിട്ട് ആലോചിക്കണം. ആത്മീയ വഴിയിൽ പുരോഗമിക്കാൻ ഈ ഒരു ബോധ്യം നമുക്ക് ആവശ്യമായിട്ടുണ്ട് എന്ന കാര്യം തിരിച്ചറിയുകയും വേണം. മോശ വഴി നിയമം നൽകപ്പെട്ടപ്പോ ഈ നിയമം വഴി രക്ഷ പ്രാപിക്കുമെന്നാണ് അന്ന് അവർ കരുതിയിരുന്നത്. ആ നിയമങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി കൽപ്പനകളും ചട്ടങ്ങളും ഇവരുണ്ടാക്കി. ഈ കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യത്തെ ക്രിസ്തു സ്വന്തം ശരീരത്തിലൂടെ നിർമ്മാർജ്ജനം ചെയ്തു. തന്റെ ജീവാർപ്പണം വഴി, രക്തം ചിന്തുക വഴി അവൻ പാപത്തിന് പരിഹാര ബലിയായി മാറി. പഴയ നിയമത്തിലെ കൽപ്പനകളും ചട്ടങ്ങളും, നിയമത്തെ വ്യാഖ്യാനിച്ച ചട്ടങ്ങളും കൽപ്പനകളുമെല്ലാം നീക്കം ചെയ്തുകൊണ്ടാണ് ക്രിസ്തു പിതാവായ ദൈവത്തിലേക്കുള്ള വഴി തുറക്കുന്നത്. അത് തന്നെ സമർപ്പിച്ചുകൊണ്ടാണ്. പാപത്തിന് ശിക്ഷ സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ചുകൊണ്ടാണ്. മനുഷ്യകുലത്തിന് മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു അർപ്പിച്ച ഈ യാഗം ആനുകാലിക ലോകത്ത് തുടരുന്നത് നമ്മുടെ ജീവിതം വഴിയാണ്. അങ്ങനെ നമ്മുടെ ജീവിതം വഴി ഒരു അർപ്പണം നടക്കുന്നുണ്ട് എന്നും നമ്മുടെ ശരീരത്തിന്റെ അർപ്പണം ദൈവത്തിന്റെ സന്നിധിയിൽ സ്വീകാര്യമാണെന്നും തിരിച്ചറിവും ബോധ്യം ഉണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശ്രേഷ്ഠതയോടെ അർപ്പിക്കാൻ കഴിയും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നുണ്ട്, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ് എന്നതാണ് വാസ്തവം. പക്ഷെ അങ്ങനെ അർപ്പിക്കുമ്പോഴും അത് ക്രിസ്തുയാഗത്തിന്റെ ഭാഗമായിട്ടാണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രത്തോളം ത്യാഗം സഹിക്കുന്നില്ലേ, ഇത്രത്തോളം കഷ്ടപ്പെടുന്നില്ലേ, മറ്റുള്ളവർ എന്നെ മാനിക്കുന്നില്ലല്ലോ എന്ന ചിന്ത നമുക്കുണ്ടാകുക. നമ്മുടെ പ്രവൃത്തിയായിട്ട് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ്. യേശുക്രിസ്തുവിലായിത്തീരുന്ന നാം അവനിലാണ് ജീവിതം അർപ്പിക്കുക എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ, ക്രിസ്തുയാഗത്തിന്റെ പരിപൂർണതയാണ് നമ്മുടെ ജീവിതം വഴി പ്രകാശിപ്പിക്കുന്നതെന്ന് ബോധ്യം ഉണ്ടാകുമ്പോൾ, ആനുകാലിക ലോകത്ത് ക്രിസ്തുവിനെ അനുഭവപ്പെടുത്തുന്ന നമ്മുടെ ജീവിത പ്രവൃത്തികളെ കുറിച്ച് നമുക്ക് പരാതിയോ പരിഭവോ ഇല്ലാണ്ടായിട്ട് മാറും. യേശുവിനെ ധരിക്കുന്നവരായി മാറുമ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അവന്റെ നാമത്തിലായിട്ട് മാറും, ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അവന്റെ മഹിമയ്ക്കായിട്ട് മാറും. അങ്ങനെ മാറുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ അത് ആനന്ദദായകമായിട്ട് മാറും. വേദന അനുഭവിക്കുന്നുണ്ട്, കഷ്ടത അനുഭവിക്കുന്നുണ്ട്, ഭാരം ചുമക്കുന്നുണ്ട്. അതൊന്നും വ്യക്തിപരമായ മേന്മയുടെയോ വ്യക്തിപരമായ പ്രവൃത്തിയുടെയോ ഫലമല്ലെന്നും ക്രിസ്തുവിൽ സാധ്യമാകുന്ന ഒന്നാണെന്നും തിരിച്ചറിഞ്ഞാൽ, അതല്ലെങ്കിൽ അവനെ പ്രതിയാണ് ഈ ചെയ്യുന്നതെല്ലാം എന്ന് ബോധ്യം ഉണ്ടായാൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതിഫലം ആഗ്രഹിക്കാത്തവരായി ജീവിക്കാൻ നമുക്ക് കഴിയും. നമ്മൾ സാധാരണഗതിയിൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് പോലും കണക്ക് വെക്കുന്നവരാണ്. ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നിട്ട് എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ എന്ന് പരാതി പറയാത്തവരായ ആരുണ്ട്? എന്തുകൊണ്ടാണ് ഇത്തരം പരാതികൾ ഉണ്ടാകുക? ഒരു പഴയ നിയമകാല ജനതയെ പോലെ ചട്ടങ്ങൾ പാലിക്കുമ്പോൾ രക്ഷ പ്രാപിക്കുമെന്ന തെറ്റിദ്ധാരണയിൽ മുഴുകുന്നതുകൊണ്ടാണ്. ഞാനിതൊക്കെ ചെയ്യുന്നില്ലേ, കടമകൾ നിർവഹിക്കുന്നില്ലേ, നന്നായിട്ടല്ലേ ജീവിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ ഞാൻ ത്യാഗങ്ങൾ സഹിക്കുന്നത് എന്നൊക്കെ തോന്നുന്നിടത്ത് സാധാരണഗതിയിൽ അത് രക്ഷാകരമായ ഒരു യാഗത്തിലേക്ക് എത്തുന്നില്ല. അത് സാമാന്യഗതിയിൽ മനുഷ്യത്വത്തിന്റെ പരിധിയിൽ കുടുങ്ങിപ്പോവാൻ. അങ്ങനെ മനുഷ്യത്വത്തിന്റെ പരിധിയിൽ കുടുങ്ങാതെ ജീവിതം അർപ്പിക്കാൻ കഴിയണമെങ്കിൽ വഴിയാണ് ക്രിസ്തു എന്നറിയണം. ജീവിതത്തിൽ ക്രിസ്തു കാട്ടിത്തന്ന മാർഗത്തിലൂടെ പുരോഗമിക്കാനാണ് ചെയ്യുന്ന പ്രവൃത്തികളെന്ന ബോധ്യം ഉണ്ടാകണം. യേശു തന്നെ അർപ്പിക്കുന്ന യാഗം പിതാവിന്റെ സന്നിധിയിലേക്ക് നമ്മെ ഓരോരുത്തരും ഉയർത്തുന്നതിന് വേണ്ടി അർപ്പിക്കുന്ന യാഗമാണ്. ഈ ഒരു ബോധ്യത്തോടെ പിതാവിന്റെ സന്നിധിയിലാണെന്ന ബോധ്യത്തോടെയാണ് ക്രിസ്തു സഹനങ്ങളെ ഏറ്റെടുക്കുന്നത്, പീഡകളെ ഏറ്റെടുക്കുന്നത്, അപമാനങ്ങളെ സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരിക്കുന്നത് കൊണ്ട് ആരോടും പരിഭവമോ പരാതിയോ ഇല്ലാതെ, ആരോടും എതിർപ്പില്ലാതെ ക്രിസ്തുവിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. പിതാവിന്റെ സന്നിധിയിലേക്കുള്ള വഴി തുറന്നിടുന്നത് ഇപ്രകാരം സ്വയാർപ്പണത്തിലൂടെയാണ്. ശത്രുതര മതിലുകൾ ഇല്ലാതാക്കാൻ വേണ്ടി ക്രിസ്തു സ്വീകരിക്കുന്ന മാർഗം തന്നെ അർപ്പിക്കുകയാണ്. തന്റെ ശരീരവും രക്തവും മാനവകുലത്തിനു വേണ്ടി അർപ്പിച്ചുകൊണ്ട് ക്രിസ്തു സമാധാനം സ്ഥാപിക്കുമ്പോൾ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് ഇടമൊരുങ്ങുന്നു എന്ന് മാത്രമല്ല, നമുക്ക് ജീവിക്കാൻ ഒരു മാതൃക അവിടെ നമ്മുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. എത്രത്തോളം ബോധ്യത്തോടെയാണ് ക്രിസ്തു യാഗത്തെ നാം സ്വീകരിക്കുന്നത്, ആ യാഗത്തിലുള്ള ഭാഗഭാഗിത്വത്തെ തിരിച്ചറിയുന്നത് എന്നതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിത പ്രയോഗം. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും, ജീവിതത്തിലെ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് ക്രിസ്തുവിൽ അടിയുറച്ചതായിട്ട് മാറാനായിട്ട് എത്രത്തോളം നമുക്ക് കഴിയുന്നുണ്ടെന്ന് ചിന്തിക്കണം. നാം ചെയ്യുന്ന ചെറിയ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഈ യാഗത്തിന്റെ ഭാഗമാണെന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. പ്രവാചകന്മാരും അപ്പോസ്തലന്മാരുമാവുന്ന അടിത്തറമേൽ പണിയപ്പെട്ട ഭവനമായിട്ടാണ് നാം വളരുന്നത്. ഇത് ക്രിസ്തുവിനെ മൂലക്കല്ലായി കണ്ടുകൊണ്ടാണ്, ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടാണ്. പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിന് പരിമിതി ഉണ്ടാകുന്നത് ഈ ക്രിസ്തു കേന്ദ്രീകൃതമായ ഭാവത്തിൽ നിന്ന് തെന്നിമാറിപ്പോകുന്നു. എന്നിട്ട് ക്രിസ്തുവിനെ ഒരു മൂർത്തിയായി എന്റെ ആവശ്യങ്ങൾക്ക് നിറവേറ്റി തരുന്ന ഒരാളായിട്ട് മാത്രം കരുതാൻ ഞാൻ തയ്യാറാവുന്നു. അങ്ങനെ തയ്യാറാവുമ്പോഴാണ്
യഥാർത്ഥത്തിൽ വഴിയായ ക്രിസ്തുവിനെ നമ്മൾ ഇന്ന് അകറ്റി വെച്ചിട്ട് ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഉപാധി മാത്രമായി സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരിക്കുമ്പോൾ ഈ ക്രിസ്തു നമ്മിൽ നിന്ന് അകന്നു നിൽക്കുമെന്ന് മാത്രമല്ല, യഥാർത്ഥ ജീവിത വഴിയിൽ നിന്ന് നാം തെന്നിമാറുകയും ചെയ്യും. ഈ ഒരു അനുഭവം വാസ്തവത്തിൽ നമ്മെ അസ്വസ്ഥരാക്കും. അതുകൊണ്ടാണ് സുവിശേഷം ആദ്യമേ നമ്മോട് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുവിൻ. ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ക്രിസ്തു ചെയ്ത പ്രവർത്തികൾ ചെയ്യാൻ പറ്റും. ഒരാളെ വിശ്വസിക്കുകയും അയാളെ അനുധാവനം ചെയ്യുകയും ചെയ്യുമ്പോൾ അയാൾ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ ചെയ്തുകൊണ്ടാണ് മുൻപോട്ട് പോവുക. യേശു എങ്ങനെയാണ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ചത്? യേശു തന്റെ മഹിമയെല്ലാം വിട്ടുപേക്ഷിച്ചിട്ടാണ് മനുഷ്യത്വത്തിലേക്ക് വന്നത്. അപ്പൊ മനുഷ്യത്വത്തിൽ നിന്ന് തിരികെ ദൈവത്വത്തിലേക്ക് പ്രവേശിക്കാൻ നാം ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്? മനുഷ്യത്വത്തിന്റെ സ്വാഭാവിക അവകാശങ്ങളെ കൈവടിയാൻ നമുക്ക് പറ്റണം. നമുക്കിപ്പോ മാനുഷികതയിൽ പല ചിന്തകളുമുണ്ട്, പല ധാരണകളുമുണ്ട്. ആ ധാരണകളൊക്കെ അവകാശാധികാരങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. ഞാൻ അപ്പനല്ലേ, ഞാൻ അമ്മയല്ലേ, ഞാൻ പുരോഹിതനല്ലേ, ഞാൻ സന്യാസിയല്ലേ, ഇങ്ങനെ നിരവധിയായ സ്ഥാനങ്ങൾ ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ക്രിസ്തുവാകട്ടെ ഈ മഹിമയെ ഉപേക്ഷിച്ചിട്ടാണ്. ഞാൻ ദൈവപുത്രനല്ലേ, ഞാൻ ദൈവത്തിനോട് സമനല്ലേ, ഈ ഭാവം ഉപേക്ഷിച്ചിട്ടാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിലായി തീരാൻ ആദ്യമായി നമുക്ക് വേണ്ടത് സ്വയം ഉപേക്ഷയുടെ മാർഗമാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാണെന്ന ബോധ്യത്തോടെ, ദൈവമേൽപ്പിച്ച ജോലിയാണെന്ന ബോധ്യത്തോടെ, ദൈവത്തെ പ്രതി എന്റെ മാനുഷികതയെ എനിക്ക് കൈവിടാൻ പറ്റണം. എന്റെ മാനുഷികതയെ എനിക്ക് കൈവിടാൻ പറ്റണം. ക്രിസ്തുവിനെ പ്രതി മാനുഷികതയെ കൈവിടുമ്പോഴാണ് അവകാശബോധങ്ങളിൽ നിന്ന് കടന്ന് അർപ്പണബോധത്തിലേക്ക് നമുക്ക് വരാൻ പറ്റുക. ഒരു അവകാശബോധമുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് അയാളുടെ ജീവിതം അർപ്പിക്കാൻ സാധ്യമല്ല. ഇത് എന്റെ അവകാശമാണ്, ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് ഇങ്ങനെ ജീവിച്ചേ മതിയാകൂ, എന്റെ പേര് നിലനിർത്തിയേ മതിയാകൂ, എന്റെ സ്ഥാനം നിലനിർത്തിയേ മതിയാകൂ എന്ന് കരുതുന്ന ഒരാൾക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാൻ സാധ്യമല്ല. അയാൾക്ക് പിതാവിലേക്ക് എത്തിച്ചേരാനും സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ക്രിസ്തു അനുഗമനം സാധ്യമാകുന്നുണ്ട്. അവൻ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് തന്റെ ദൈവിക മഹത്വം നിഗൂഢമാക്കി വെച്ച് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് മനുഷ്യന്റെ വേദനകളിലും അവന്റെ കഷ്ടതകളിലും യാതനകളിലും മുങ്ങി മനുഷ്യരോടൊപ്പമായി തീർന്ന് മാനുഷികമായ എല്ലാ ബലഹീനതകളും സഹിച്ച് എങ്ങനെയാണ് ക്രിസ്തു ഉന്നതിയിലേക്ക് എത്തുന്നത്? അതേവണ്ണം നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെയും പരിമിതികളെയും നമുക്ക് കൈവിടാൻ പറ്റണം. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആവശ്യം ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നു അല്ലെങ്കിൽ കർത്താവായിട്ട് അംഗീകരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഉടയവനും പ്രവർത്തിക്കുന്നവനുമായി ക്രിസ്തുവിനെ കാണുക എന്നുള്ളതാണ്. എന്റെ കർത്താവും എന്റെ ദൈവവും എന്ന് പറയുമ്പോൾ എന്റെ ദൈവം എന്ന് വെച്ചാൽ എന്റെ ഉടയവൻ, എന്റെ സ്രഷ്ടാവ്, എന്റെ പരിപാലകൻ, എന്റെ ഉടയവനായവൻ. അവന്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കുന്നത്, എന്റെ ഇഷ്ടത്തിനല്ല. അതുകൊണ്ട് എന്റെ സ്വാഭാവികമായ ഇഷ്ടങ്ങൾ എനിക്ക് മറികടക്കാൻ പറ്റും. രണ്ടാമത്, കർത്താവാണ് യേശു എന്ന് പറയുമ്പോൾ എന്റെ പ്രവൃത്തികളെല്ലാം അവനിലാണ്, അവനാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അവനാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക? എന്നെ എതിർക്കുന്നവരോട് എങ്ങനെയായിരിക്കും? എന്റെ മുമ്പിൽ കഷ്ടതയും വേദനയും സഹിക്കുന്നവനോട് എങ്ങനെയായിരിക്കും? എന്നെ പീഡിപ്പിക്കുന്നവനോട് എങ്ങനെയായിരിക്കും? എന്നെ വഞ്ചിക്കുന്നവനോട് എങ്ങനെയായിരിക്കും? എന്നെ സ്നേഹിക്കാത്തവനോട് എങ്ങനെയായിരിക്കും? അത് തിരിച്ചറിയേണ്ടതാണ്. അങ്ങനെ ക്രിസ്തുഭാവത്തിലേക്ക് എനിക്ക് വരാൻ കഴിയുമെങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ വഴിയിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയൂ. യേശുവിനെ അപ്രകാരം ഹൃദയത്തിൽ സ്വീകരിച്ച് അവനെ രാജാവായിട്ട് ഹൃദയത്തിൽ പൂജിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം ആത്മീയ വഴി പുരോഗമിക്കൂ. വാസ്തവത്തിൽ ആത്മീയത എന്നത് കേവലമായ ആചാരാനുഷ്ഠാനങ്ങളിൽ കുടുങ്ങിപ്പോകുന്നതിന്റെ പേരല്ല. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്ന അങ്ങനെയാണ്. ആ തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും ത്യാഗങ്ങൾ അനുഭവിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. നമ്മൾ പല ത്യാഗങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഭക്ഷണത്തിലും ജീവിതത്തിലൊക്കെ ത്യാഗങ്ങൾ അനുഭവിക്കുന്ന അനേകർ നമ്മുടെ ഇടയിലുണ്ട്. വാസ്തവത്തിൽ ഈ ത്യാഗം എന്ന് പറയുന്നത് അവരിന് വേണ്ടി എന്നെ ത്യജിക്കുന്ന പ്രവൃത്തിയാണ്. അതല്ലാതെ ഒരു പുണ്യമാർഗമാണെന്ന് കരുതി ഒരു നേരത്തെ ഭക്ഷണം മാറ്റിവെക്കുന്ന പ്രവൃത്തിയല്ല. ഒരു നേരം ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല, കർത്താവിനെ പ്രതി ഞാനത് ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാനത് ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അവരിന് ഭക്ഷണമാകാൻ ഞാൻ മനസ്സ് കാണിക്കുമ്പോൾ മാത്രമേ അത് അർത്ഥപൂർണമായിട്ട് മാറും. അല്ലെങ്കിൽ അല്പനേരത്തേക്ക് അത് നീക്കി വെക്കുന്നു, അതിനുശേഷം ഉപയോഗിക്കുന്ന നിലയ്ക്കാണ്. ഈ നോമ്പും വ്രതങ്ങളും ഒക്കെ പലപ്പോഴും പാളിപ്പോകുന്നത് അതുകൊണ്ടാണ്. നോമ്പെടുക്കുന്നു എന്ന് കരുതുന്നയാൾ വിചാരിക്കുന്നത് ഞാനിങ്ങനെ ഭക്ഷണം ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയ മഹത്വത്തിന് കാരണമായിട്ട് മാറുമെന്നാണ്. വെറുതെ തോന്നുന്നതാണ്. യഥാർത്ഥത്തിൽ ദൈവം ആലോചിക്കുന്നത് ഈ ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കാനും അതുവഴി ഇല്ലായ്മ അനുഭവിക്കാനും ഇതിന് കഴിയുന്നുണ്ടോ എന്നാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ത്യജിച്ചുകൊണ്ട് ഒരു ഇല്ലായ്മയെ ഞാൻ പുൽകുമ്പോൾ
ക്രിസ്തുമാർഗത്തിലാണ് ഞാൻ മുൻപോട്ട് പോവുക. അതേസമയം അല്പനേരത്തേക്ക് ഭക്ഷണം നീക്കി വെച്ചിട്ട് 3 മണിയാകുമ്പോഴേ ഇന്ന് ഭക്ഷണം കഴിക്കുന്നുള്ളൂ, 3 മണി വരെ ഉപവസിച്ച് പ്രാർത്ഥിക്കും എന്ന് പറയുമ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു പ്രയോഗ വഴിയായിട്ട് അത് മാറുന്നില്ല. ജീവിത പ്രയോഗമായിട്ട് മാറുന്ന എങ്ങനെയാണ്? എന്റെ ഭക്ഷണം അവരിനുള്ളതായിട്ട് മാറുമ്പോൾ, എന്നെ തന്നെ മറ്റുള്ളവർക്കായിട്ട് ഞാൻ കൊടുക്കുമ്പോൾ, ഇങ്ങനെയല്ലാതെ ക്രിസ്തുമാർഗത്തിൽ മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ടതില്ല. പിതാവിന്റെ സന്നിധിയിൽ ഇളമൊരുക്കാൻ അവിടെ നിന്ന് യാത്രയായി. പിതാവിന്റെ സന്നിധിയിലേക്കുള്ള വാതിൽ അവിടെ നിന്ന് നമുക്ക് തുറന്നു തരികയും ചെയ്തു. ക്രിസ്തുവിൽ പിതാവിന്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെട്ടവരാണ് നമ്മൾ, ദൈവഭവനമായി ഉയർത്തപ്പെട്ടവരാണ് നമ്മൾ. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റണം. ക്രിസ്തു എങ്ങനെയാണ് ഈ ലോകസമക്ഷം രക്ഷയെ വെളിപ്പെടുത്തിയത്, ആ രക്ഷ ആനുകാലിക ലോകത്ത് അനുഭവിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി അനുഭവതലമായി നിൽക്കേണ്ടവരാണ് നമ്മൾ. ആ ഒരു ബോധ്യത്തോടെ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് പിതാവിന്റെ സന്നിധിയിൽ സ്വീകാര്യത ഉണ്ടാകും, അവനെ ആരാധിക്കാൻ കഴിയും, ക്രിസ്തുവിൽ പിതാവുമായി ഒന്നിച്ചിരിക്കാൻ കഴിയും. അങ്ങനെ സൗഭാഗ്യപൂർണമായ ഒരു നിത്യത നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമി ജീവിക്കുമ്പോൾ തന്നെ അതിന് മുന്നാസ്വാദനമായ ഹൃദയ സമാധാനം എല്ലാവരെയും ഭരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.